സാധനം നമുക്ക് ഏത് ഷൂട്ട് വേണമെങ്കിൽ എടുക്കാം. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തന്നക്ക് വളരണ പാറയാണിത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സിംഗമച്ചൻ്റെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഈ റിസോർട്ടും വേറൊരു റിസോർട്ടും കാണാൻ പോവാണ്. സോ ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് കാണിച്ചു തരാം. നമ്മൾ പുള്ളിയായിട്ട് സംസാരിച്ച് അവിടുത്തെ റിസോർട്ടും കൂടി ചോദിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ കയറിയ റിസോർട്ട്. ഓക്കെ, കയറുമ്പോൾ തന്നെ നല്ല സ്പ്രിങ്ങിങ് ബെഡാണ്. ഓക്കെ, പിന്നെ ഫുള്ള്, അതായത് ഒരു 1500 രൂപക്ക് വെർത്തായിട്ട് നല്ല സെറ്റപ്പിൽ ഒരു റൂം. ഓക്കെ, പിന്നെ ബാത്റൂം ആണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ട് വാട്ടർ ആണെങ്കിൽ ഹോട്ട് വാട്ടർ വയ്ക്കുക, കൂൾ വാട്ടർ ആണെങ്കിൽ കൂൾ വാട്ടർ വയ്ക്കുക. ഞാൻ ബെഡ് ഇതേക്ക് കണ്ടോടാ, ഇതുണ്ടോ ഫുള്ള് സ്പ്രിങ് ആണ് ഗീസ്. ഓക്കെ, പിന്നെ ഇപ്പം ഇത്രയും നേരം ഞങ്ങൾ പാട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാട്ട് ഇപ്പോൾ ഓഫാക്കിയെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, നമുക്ക് എന്തുവാ കോപ്പിറൈറ്റ് വരും. കോപ്പിറൈറ്റ് ഒന്നും ഞാൻ തന്നെ മൂഞ്ചേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പാട്ട് ഓഫാക്കിയത്. ഇന്നലെ നൈറ്റോടെ ഫുൾ വൈബാക്കി. അതെ, പുള്ളി ഇത് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്പീക്കറും വേണമെങ്കിൽ സ്പീക്കർ സെറ്റാക്കി തരും. അതുപോലെ ക്യാമ്പ് ഫയർ വേണമെങ്കിൽ ക്യാമ്പ് ഫയറും സെറ്റാക്കി തരും. അവിടെ നാട്ടിലെ ആൾക്കാരൊക്കെ ഒന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റൂം ഫെസിലിറ്റീസ്. എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്പർ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം. ഇതാണ് ഞങ്ങൾ കയറുന്ന ഒരു റിസോർട്ട്. ഇതിൻ്റെ പുറത്തുനിന്ന് ഞാൻ ഒരു വ്യൂ കാണിച്ചു തരാം. അതല്ലാണ്ട് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് അത് വേറെ. അവിടെ ആ ചേട്ടനെ പരിചയപ്പെടുത്തുക. ഓക്കെ, എല്ലാവരും ലൈക്ക് അടിക്കാം, സെറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ഓക്കെ, നമുക്കിവിടെ വെച്ച് പുതിയ സബ്സ്ക്രൈബർ കിട്ടി. എന്താ ഉള്ളത്, നമുക്ക് സെറ്റാക്കാമല്ലോ. ഈ ചാനൽ എല്ലാവരും കണ്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഒന്നും കണ്ടോ കേട്ടോ. നിനക്ക് സബ് കയറൂടാ, നീ പവറോ. നീ കൂടി നിൻ്റെ ഒരുമിച്ചാണ് അല്ലേ ആ ഒറ്റക്ക്. ഓക്കെ, കയറൂടാ. അപ്പം ഞാൻ വൈഡിൽ ഇതിൻ്റെ ഒരു ഇതനുസരാം. ഇതാണ് വൈഡിൽ എടുക്കുമ്പോൾ ഒരു സെറ്റപ്പ്. ഓക്കെ, മോളിൽ കയറണമെങ്കിൽ അത്യാവശ്യം അവിടെ നിന്ന് ഫുള്ള് ഞങ്ങൾ രാവിലെ അഞ്ചപ്പോൾ സൂര്യനെ അവിടെ നിന്ന് ഒരു സെറ്റപ്പിലായിരുന്നു. മഞ്ഞൊക്കെ കോടയൊക്കെ ഒന്ന് ഒരു കിറ്റപ്പിലേക്ക് ആയിരുന്നു. ക്ലൈമറ്റ് നൈസ്, പിന്നെ അതുപോലെ കോട വൈബൊക്കെ ഇവിടെയാണ്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്തായാലും ചോദിക്കാം, സെറ്റാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത റിസോർട്ടിലേക്ക് പോകാം. ഇതാണ് ആ ചേട്ടൻ്റെ രണ്ടാമത്തെ റെസ്റ്റോറൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു റൂമുണ്ട്. പുള്ളി വന്നിട്ടില്ല, പുള്ളിക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് സ്കൂട്ടാവാം. പിന്നെ കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തെറിക്കണം. റൂമുണ്ട്, ഒരു റൂം, ബാത്റൂം, അതുപോലെ തന്നെ അപ്പുറമുണ്ട് ഒരു റൂമും ഒരു ബാത്റൂമും. സോ വൈബ് ആസ്വദിക്കുകയാണെങ്കിൽ അവിടെ വന്നാലും ഇവിടെ വന്നാലും കണക്കാണ്. കാരണം നോക്കിയാൽ ഇവിടെ നിന്നൊക്കെ വരുമ്പോൾ രാവിലെ ഫുള്ള് കോടയായിരിക്കും. അതായത് ആ മൊത്തം എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടി കിടക്കായിരിക്കും. പിന്നെ ഇവിടുന്ന് സൂര്യനൊക്കെ ഉദിച്ചു വരുമ്പോൾ പ്രത്യേക ഫീലാണ്. ഈ ചായ കുടിക്കണമെങ്കിൽ വന്ന് ഇവിടെ നിന്ന് ചായ കുടിക്കുക. പിന്നെ കുക്കിംഗ് ഫെസിലിറ്റീസ് എല്ലാം അകത്തുണ്ട്. അത് താക്കോലില്ലാത്തപ്പോൾ നമുക്ക് അകത്ത് പോയി കാണാൻ ഉണ്ടാവില്ല, പുള്ളി എന്ത് തിരക്കിലാണ്. അപ്പം നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വെച്ചേക്കാം. അലോനിൽ ഹോളിഡേയ്സ് കണ്ടോ, ഞാൻ മുകളിൽ ചെന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കാണിച്ചുതരാം. അലോനിൽ ഹോളിഡേയ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റെസ്റ്റോറൻറ്റ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് തെറിക്കാം. അപ്പോൾ എന്തെങ്കിലും വാഗമണിൽ ആരെങ്കിലുമൊക്കെ വല്ല കുറഞ്ഞ റേറ്റിന് റെസ്റ്റോറൻറ്റ് അന്വേഷിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് സെറ്റാകുക. എന്നാലും വലിയ റേഞ്ചൊന്നുമില്ല. ഓക്കെ, ഞാൻ എൻ്റെ ബാക്കിലത്തെ ഫെസിലിറ്റീസ് കാണിച്ചിട്ടാണ്. ബാക്കിലാണെങ്കിൽ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ നല്ല വെളുപ്പിന് തന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ, കോടയും കണ്ടിട്ട് കുടിക്കാനാണ് വൈബാണ്. അവിടെ പുറത്തിരുന്നിട്ട് സെറ്റാണ്. പിന്നെ ചേട്ടൻ നമ്മുടെ വൈബാണ്. പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സെയിം വൈബാണ്. സ്പീക്കർ ഞങ്ങളുടെ സ്പീക്കർ ചാർജ് തീർന്നു പോയിട്ട് കുത്തിയിടാൻ ഇതുണ്ടായില്ല. അപ്പോൾ പുള്ളി അവിടെ യൂസ് ചെയ്യണ സ്പീക്കർ ഞങ്ങൾക്ക് തന്നിട്ട്
ഇത് യൂസ് ചെയ്തോളാൻ പറഞ്ഞ്. അങ്ങനെ ഇന്നലെ രാത്രി മൊത്തം അവിടെ കളർഫുള്ളാക്കി. ഇന്ന് രാവിലെ കുറേ പാട്ട് വെച്ച്. പിന്നെ പാട്ട് എന്താ അത് മൊത്തം കാണിക്കുന്നത് എന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് അടിച്ച് എങ്ങാനും വന്നാൽ ഒരു വീഡിയോ ഫുള്ളായിട്ട് കളയേണ്ടി വരും. അതുകൊണ്ട് ബോറാണ്. സോ പുള്ളിയും അടിപൊളിയാണ്, റിസോർട്ട് നൈസാണ്. എന്തായാലും ഞാൻ ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് തെറിക്കാം. അതിന് ഇനിയിപ്പോൾ ഇന്ന് കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാണ്ട് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും റിസോർട്ട് വാഗമൺ വന്നിട്ട് റിസോർട്ട് വല്ല കുറഞ്ഞ റേറ്റിന് നോക്കുകയാണെങ്കിൽ 1500 വർത്താണ് ഗീസ്. ഇതാണ് നമ്പർ. എല്ലാവരും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ദാറ്റ്സ് നമ്പർ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് തെറിക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് ഇവിടുന്ന് സ്കൂട്ടാവും. സെറ്റ് ഗൈസ്. നമ്മളിപ്പോൾ അങ്ങനെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി തങ്ങൾപ്പാറ വന്നേക്കാണ്. പക്ഷെ കഴിഞ്ഞ വർഷം നമ്മൾ തങ്ങൾപ്പാറ വന്നതിനേക്കാളും ഭയങ്കര ചേഞ്ച് വന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിസ്കരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കണ്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം പെയിൻ്റൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഭയങ്കര ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് തങ്ങൾപ്പാറയിൽ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ എന്താ കഴിഞ്ഞ മാസം കണ്ട് ഇവിടെ ആണ്ട് നേർച്ചയായിരുന്നു പാപ്പാടെ 11, 12, 13 അങ്ങനെ ഡേറ്റ് കൊടുത്താണ്. ഇതാണ് നിസ്കരിക്കാനുള്ള റൂം. അതിൻ്റെ പൊക്കത്തേക്ക് അങ്ങ് അവിടം വരെ കയറണം. അതാണ് വേണ്ടത്. എന്തായാലും ഇപ്പം സമയം ഏകദേശം 8 എത്രയാ 8 പോട്ട് എനിക്കൊന്ന് 10 തോന്നുന്നു. 11 മണിയായുണ്ട്. അവിടെ മല കയറി അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ഏകദേശം 12:30 കഴിയുമെന്ന് എനിക്ക് തോന്നണം. ഇവിടെ നിന്നുള്ള ബ്യൂട്ടി നോക്കി നമുക്ക് ആ മുകളിൽ ചെന്നിട്ട് അവിടെ നോക്കാം. അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ മുകളിൽ വെച്ച് പാറേനെ കുറിച്ച് പറഞ്ഞുതരാം. ഇവിടെ വെച്ച് പറയുമ്പോഴല്ല അവൻ്റെ മുകളിൽ കയറിയിട്ട് നിന്ന് ഇവിടുത്തെ കഥ ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ പൈൻ ഫോറസ്റ്റ് കയറില്ല. പൈൻ ഫോറസ്റ്റ് നമ്മൾ കയറില്ല. അത് ആ കീച്ചയും വെച്ചിട്ടപ്പോൾ തന്നെ പോകാൻ തന്നെ പറഞ്ഞേ. ഹൈസ് ആൾക്കാരോട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സെറ്റ്. എന്തായാലും നടക്കണ വഴികൾ തന്നെ ഭയങ്കര ടാസ്കാ. അപ്പോൾ ആ 2 പാറയും കൂടി കയറി കഴിയുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുക. അപ്പോഴത്തേക്കും വയ്യാണ്ടാവും. അതുകൊണ്ട് മെയിനായിട്ട് വെള്ളം എടുത്താണ്. ബ്യൂട്ടി ഓഫ് നേച്ചർ. ഹലോ, നല്ലൊരു വിളിച്ച് നേരായോ പോയി പോകണം. ആവൂല. നടക്കാനുള്ള സ്ഥിതി ഞാൻ പറഞ്ഞില്ലേ ഗീസ്. നമ്മൾ കഴിഞ്ഞ വർഷം വന്നതിനേക്കാളും ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും കഴിഞ്ഞ വർഷം ഉണ്ടായില്ല. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ട്. ആ വ്ളോഗ് ഞാൻ കാണിച്ചില്ല. ഇങ്ങനെ നടക്കാനൊന്നും പ്ലേസ് ഉണ്ടായില്ല. ഫുള്ള് പാറയുടെ മുകളിൽ കൂടി ഇങ്ങനെ കയറി ഒരു വരയുണ്ട് അവിടെ. ആ വരയുടെ അതിൽ കൂടി ആയിരുന്നു കയറേണ്ടത്. അങ്ങനെയായിരുന്നു ഇത്. അല്ലാതെ ഇത് സാധനം ഉണ്ടായില്ല. ഇപ്പോൾ ഭയങ്കര ചേഞ്ച് ഒന്നുമില്ല. എന്തായാലും നമ്മളിപ്പോൾ ആ കാണുന്ന നീല വീട്ടിൽ നിന്ന് ബാഗ് വെച്ച് ഇപ്പം ഇങ്ങോട്ട് നടന്നു. ഇത്രയും കയറിപ്പോൾ ഇത്രയാണല്ലേ. ബാക്കിയോട് ഇരുന്നത് തീരുമാനം. ഞാൻ വ്യൂ കാണിച്ചു തരാം. വയ്യാണ്ട് വീസ്. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാം. അവർ കയറി പോകണല്ലേ ആ വഴിയാണ് കഴിഞ്ഞ പ്രാവശ്യമാണെന്ന് ഓർമ്മയില്ല, ഏതൊരു വട്ടം
ഇതിൻ്റെ മുകളിൽ വെള്ളം എത്തിക്കണമെങ്കിൽ വണ്ടിയിൽ വന്ന് നിൽക്കണം. പുള്ളിയുടെ ഡ്രൈവിങ്ങിൻ്റെ പൊന്ന് ചെക്കന്മാർ. അത് അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി കയറ്റിക്കൊണ്ടൊന്ന് ഇതിൽ കൂടി ഇങ്ങനെ കയറണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്കല്ലേ. അത് എന്നിട്ടുണ്ട് ഇത് റാപ്പോ എന്താണ്ട് ഏതൊരു വണ്ടി. UTP കേറാ സബീർ കേറി. എടാ കുപ്പി പിടിച്ച് ക്യാച്ച് മേളിൽ വരുന്നത് മുന്നോ മറ്റുള്ള കേസ് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം. ഈ സാധനം കൂടെ നമുക്ക് ഏത് ഷൂട്ട് വേണമെങ്കിലും എടുക്കാം. അല്ല എന്നാ പിടിച്ചടാ നമുക്ക് പറ്റില്ല. നീ ഒരു കണ്ണാട് ഞാൻ പിടിച്ചോളാ. അത് ഞാൻ അവിടെ നിന്ന് പിടിക്കൂടെ അങ്ങോട്ടേക്ക്. നീ ഒരു ചെറ്റടാ. ഇവിടെ ഇരുന്ന വയ്യ ഒരു ചായ ഒരു പഴമ്പുഴയുടെ ബിഴത്തിലിരിക്കുന്ന രാവിലെ വെച്ചത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ പകുതി മുക്കാൽ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സംഭവം എന്താണെന്ന് വെച്ചാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പാറേനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പാറ എന്ന് പറയുമ്പോൾ ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ തങ്ങൾ നിസ്കരിക്കാനും പിന്നെ അതുപോലെ ഒരു ധ്യാനത്തിനൊക്കെ വേണ്ടി അന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതൊന്നും ഉണ്ടായില്ലല്ലോ, സെറ്റപ്പൊന്നും ഉണ്ടായില്ല, നിസ്കരിക്കാൻ പറ്റിയ അങ്ങനത്തെ കാലഘട്ടമായിരുന്നല്ലോ. അങ്ങനെ ആ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇവിടെ പാറയുടെ മുകളിലേക്ക് കയറി. അതിൻ്റെ ഈ പാറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തന്നക്ക് വളരുന്ന പാറയാണിത്. അതായത് തന്നക്ക് അങ്ങനെയാണ് ചരിത്രം പറയണത്. അപ്പം ഈ തങ്ങൾ നിസ്കരിക്കാനും അതുപോലെ ഓരോ ദുആക്കും പ്രാർത്ഥനകൾക്കൊക്കെ വേണ്ടി ഈ പാറയുടെ മുകളിലേക്ക് പോയിട്ട് അവിടെയാണ് നിസ്കരിക്കുന്നതും പിന്നെ എല്ലാം ചെയ്യുന്നതൊക്കെ. അങ്ങനെയാണ് ഈ പാറക്ക് തങ്ങൾപ്പാറ എന്ന് പറഞ്ഞ പേര് വന്നത്. അപ്പോൾ അവിടെ താഴത്ത് അതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഫരീദുദ്ദീൻ തങ്ങളുടെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മളൊരു ബഹുമാനം കീപ്പ് ചെയ്ത് അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് സ്റ്റോറി. ഈ നമ്മൾ എന്തുട്ടാ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്താൽ സെർച്ച് ചെയ്ത് കിട്ടും. ഈ പാറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ തന്നൊക്കെ ഉള്ളൊരു, പിന്നെ അതുപോലെ തങ്ങൾപ്പാറ എന്ന് പേര് വരാൻ കാരണം ഇതാണ്. എനിക്ക് കഴിഞ്ഞ വട്ടം നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം എനിക്കിതിനെ കുറിച്ച് അറിയാൻ പാടുള്ളൂ. അവിടെ ഒന്ന് കയറലും ഇതൊക്കെയായിരുന്നു. പിന്നെ കഴിഞ്ഞ വട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ പോയി ഒരു ഷോട്ട് എടുക്കാൻ പോയപ്പോൾ, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോയപ്പോൾ സ്റ്റിക്ക് ഒടിഞ്ഞു, പീസായി. എന്നിട്ട് പിന്നെ രണ്ടാമത് ഓർഡർ ചെയ്ത സാധനമാണ് ഇത്. പിന്നെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ഫെസിലിറ്റീസ് കിട്ടി. അപ്പോൾ ഇതാണ് ഹിസ്റ്ററി ഓഫ് തങ്ങൾപ്പാറ. ഓക്കെ, ഇനിയിപ്പോൾ ആരും അറിഞ്ഞില്ല എന്ന് പറയണ്ട, ഇതാണ്. ഇനി പാറ കയറി അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു സുഖം, നല്ല ഫീലിങ്ങാണ്. അവിടെ ദുആയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സൊന്ന് ശാന്തമാവും. അവിടെ പറ്റുമെങ്കിൽ അവിടുത്തെ
പാറയുടെ അടിയിൽ കൂടി ഇങ്ങനെ വെള്ളം വരും, വെള്ളം ഒഴുകും. ആ വെള്ളത്തിലാണ് ഭൂമിയിലത്തെ എല്ലാ ആൾക്കാരൊക്കെ അവിടെ നിസ്കരിക്കാനൊക്കെ ചെയ്യണം. ആ വെള്ളം കുടിക്കാനൊക്കെ വരും. കുടിക്കാൻ വേണ്ടി ആൾക്കാർ കുപ്പിയിലൊക്കെ ആക്കി കൊണ്ടുപോകാറുണ്ട് ഇടയ്ക്ക്. ഇന്ന് ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ അവിടെ നിറച്ച് വണ്ടികളൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം അധികം വണ്ടികളൊന്നുമില്ല, തിരക്കില്ലല്ലോ. വെക്കേഷൻ ടൈം കഴിഞ്ഞല്ലോ. ഇപ്പോൾ പോയനെ പണ്ടര വെക്കേഷൻ ടൈം കഴിഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്ര തിരക്കില്ലാത്ത. അല്ലെങ്കിൽ ഇവിടെ നിറച്ചു ആൾക്കാർ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് പാറയുടെ മുകളിൽ ചെന്നിട്ട് ബാക്കി കഥകൾ കാണാം. ഇവിടുന്ന് കുറേ ഫോട്ടോസും ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് ഒന്നുകൂടി മുകളിലേക്ക് ഇടാൻ പോവാം. ഞങ്ങൾക്ക് ശേഷം വന്ന ആൾക്കാരൊക്കെ അദ്ദേഹം താഴത്തുനിന്ന് ഇറങ്ങി വന്നു. അമ്മച്ചി ഉസ്താദ് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. കയറാൻ മാത്രമേ ഇച്ചിരി പാടുള്ളൂ, അതിന് പിന്നെ ഈസിയാ. ഒരു കുന്നുകൂടി ഉണ്ടെന്ന് ആലോചിക്കുമ്പോഴാ. ഒരു വ്യൂ ഉണ്ടോ? ഇതാണത്. ഈ വീഡിയോ ഒരുപാട് ലോങ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ ചെണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാരണം കഴിഞ്ഞ വട്ടം വന്നതിനേക്കാളും ബെറ്ററാണ് എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് വളരെ ലെറ്റ്സ് ഗോ.